ഒരു കടായിയോ ചീനിച്ചട്ടിയോ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. കഴിവതും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം മൂത്ത് വരുമ്പോൾ 3 വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം. തുടർന്ന് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയ ശേഷം ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. ഇനി മീഡിയം തീയിൽ ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ട് ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. വീണ്ടും അല്പനേരം വഴറ്റാം. തുടർന്ന് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയോടൊപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇത് സാദാ മുളക് പൊടിയാണ്. ഇത് തോരത്തിന് അല്പം എരിവ് ആവശ്യമുണ്ട്, അതുകൊണ്ട് സാദാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർക്കാം. തുടർന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റുന്നത് ഒരു ഏകദേശം 1 മിനിറ്റ് നേരം ആദ്യം വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ബീട്രൂട്ടിലെ ജലാംശം കുറഞ്ഞു വരും. ഇനി 1 പിടി ചിരണ്ടിയ തേങ്ങയും ഇതോടൊപ്പം ചേർക്കാം. ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇവയെല്ലാം ഒന്ന് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങയും ബീട്രൂട്ടുമെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി 2 മിനിറ്റ് നേരം മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരമായ ബീട്രൂട്ട് തോരൻ വളരെ വേഗത്തിൽ റെഡിയായിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിൽ റെഡിയായിട്ടുണ്ട്. ഈ ബീട്രൂട്ട് തോരൻ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഈ രുചിയാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.